ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു ട്രാവൽ വ്ലോഗ് ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതേതാണ് സ്ഥലം എന്നുള്ളത്. കുറച്ച് നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പ്ലേസ് നമ്മൾ ചൂസ് ചെയ്തത്. കാരണം ഈ ഒരു പ്ലേസിൽ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഈ ഒരു മൂന്നാർ. ഭയങ്കര വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വേണമെന്നുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ തട്ടനായി. കുറച്ച് കഴിഞ്ഞിട്ട് പല ഷോപ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. എന്തുകൊണ്ട് സാധനം ഒന്നും അറിയില്ല കേട്ടാ. മറ്റേ നമ്മളെ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. ക്രീമൊക്കെ വെച്ചിട്ടുള്ള സാധനം. സ്ട്രോബെറി കഴിച്ചോക്കല്ലേ എങ്ങനെയുണ്ടത്? ബന്ന് മാത്രമേ കഴിക്കൂ സാധനല്ലേ. അങ്ങനെ പക്ഷെ എന്താ പറയുമോ, വായല് കയറൂല. നോക്കിട്ടാ ഇത്ര വലുപ്പുണ്ട്. വെള്ളമൊന്നുമില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പ്രത്യേകതരം പോസിറ്റീവ് വൈബ് അല്ലേ എവിടെയൊക്കെ ഇരിക്കാൻ, ഇല്ലേ മജിയെ? വെള്ളമില്ല, അത് സത്യം. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു വെള്ളച്ചാട്ടം കൂടി കണ്ടു. ഈ ഒരു സ്പോട്ട് വരുന്നത് അടിമാലിയിലാണ്. ഈ രണ്ട് വെള്ളച്ചാട്ടം അടുത്തടുത്താണ് കേട്ടോ. അങ്ങനെ അതും കണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം കൂടി നമ്മൾ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയേക്കാണ് കേട്ടോ. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ബന്നല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 10:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഞങ്ങൾ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ ഈ പൊറോട്ടയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അതാവുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് നേരം വിശപ്പില്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ടൊരു സുഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തത്. സംഭവം ഇത് കഴിക്കണത് അത്ര ഹെൽത്തിന് നല്ലതൊന്നുമല്ല കേട്ടോ. പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങളിതാണ് കഴിക്കാറുള്ളത്. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി. ക്ഷീണിച്ചാ മുജിയെ? ശരിക്കും ഇപ്പം പുജി പറഞ്ഞ പോലെ തന്നെ ചൂട് ഒരു വിഷയമായിരുന്നു കേട്ടോ. കാരണം ഞാൻ പോയത് ഒരു ഏപ്രിൽ മന്ത് ആ ഒരു ടൈമിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും ചൂടും ഒക്കെ ഉള്ള ടൈമായിരുന്നു. ആ ഒരു സൈഡ് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ അവിടെ, ആ ഒരു ഇത് ബിൽഡിങ്. ബാക്കി ഫുള്ള് തേയില സെറ്റ്. ഞങ്ങളിങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അപ്പം ഇറങ്ങി ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നു കേട്ടോ. അത് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു ചെറിയ സ്പേസ് പോലും ഞങ്ങൾ വെറുതെ മിസ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ മാസത്തിലാണ് ഞാൻ പോയതെങ്കിലും ഒരു ചെറിയ കൂളിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫോഗും കിട്ടിയിട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് അതിശയം പോലെ തോന്നി. അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ ഇനി കുറച്ച് റൊമാൻസ് ആവാമെന്നും പറഞ്ഞ് മുച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തേ. അതും കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി നമ്മൾ വന്നപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കൂടി കണ്ടു കേട്ടോ. വെള്ളം പിന്നെ പണ്ടേ നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് പിന്നെ പറയണ്ടല്ലോ. എന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ചക്കക്കൂട്ടം കണ്ട പിള്ളേരെങ്ങാട്ടും കഷ്ടമായിരുന്നു കേട്ടോ. ടാറ്റയുടെ സെയിൽസ് ഔട്ട്ലെറ്റിന്റെ അടുത്തുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം. നല്ല വെള്ളം, നല്ല തണുപ്പുണ്ടോ? ഓ തണുപ്പോക്കി, നല്ല തണുപ്പില്ലേ? ആ വെള്ളം തൊടുമ്പോ തന്നെ ഭയങ്കര ഇത്. അങ്ങനെ കുറച്ചധികം മണിക്കൂറുകൾ തന്നെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളുക്കുമലയുടെ ഒക്കെ അടുത്തായിട്ടാണ്. ഏകദേശം ഇപ്പോൾ പിടികിട്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ ടാർഗറ്റ് സ്പോട്ട് എവിടെയാണെന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ റൂംസും ടെൻസും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണത് ടെൻറ്റിലാണ് കേട്ടോ. ചായ കുടിക്കാണോ?
ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഇത്രയും ടെൻറ്റ് ഉണ്ട് അവിടെ ഉള്ളത്. ട്രെൻഡ് എന്നൊക്കെയാണ് പറയണത്. ടെൻറ്റ് ഇവിടെ എനിക്കറിയില്ല. എവിടെ പോയാലും ഞാൻ ദുരന്തം കാണിക്കൂ. ചൂടുണ്ട് കേട്ടോ. താങ്ക് യു. പറഞ്ഞു അതിനൊരു ബിസ്ക്കറ്റ് എടുത്തു. ആകെ മുഖമൊക്കെ കത്തിക്കരി വലിച്ചല്ലേ. കുറേ നേരം ട്രാവൽ ചെയ്ത് ആണ് സംഭവം. പുലർച്ചെ 5 മണിക്ക് ഇറങ്ങിയാണ്. ട്രക്കിങ്ങിന് പോകണല്ലേ അമ്മ? എന്തുട്ട് കാണാനാ പോണേ? വെള്ളച്ചാട്ടം. ചെറിയ വീട്. ഏകദേശം നമ്മ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ കണ്ടോ നല്ല അടിപൊളി പൂവുകൾ നിൽക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ കണ്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. അടിയിലാണ് വെള്ളച്ചാട്ടം വരുന്നത്. സൂക്ഷിച്ചിറങ്ങിട്ടോ. കുറച്ച് റിസ്ക് ആയിട്ടുള്ള വഴിയാണ്. സൂക്ഷിച്ചിറങ്ങേണ്ട വരും. അടിപൊളി വാട്ടർഫോൾസ് കേട്ടോ. കാണാനാണ് സാധനം. പക്ഷേ ഇവിടെ കണ്ടോ ഭയങ്കര സ്ലിപ്പാവും. ഒന്ന് ശ്രദ്ധിക്കണം. നോക്കി കിടക്കട്ടോ. പതുക്കെ പതുക്കെ. പക്ഷെ വഴുക്കലില്ലാന്നുണ്ടല്ലേ. അങ്ങനെ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങിക്കോ. അങ്ങനെ ഇറങ്ങിക്കോ. ഞാനിതിലെ വരാം. ഇവിടെ ഇവരൊരു ദൈവമുണ്ട്. അതെന്ത് ദൈവം എന്നറിയില്ല. ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഇതുണ്ട്. അമ്പലം പോലെ എന്തോ ഇതുണ്ട്. വെള്ളച്ചാട്ടം കാണണം. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നോ സൗണ്ട് കേട്ടോ നമ്മളെ. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടം. ഇനി അങ്ങോട്ട് അമ്മ മേലക്ക് അങ്ങോട്ട് പോകട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ട്രക്കിംഗ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോവാം. സൂക്ഷിച്ചു പോട്ടോ. കണ്ടോ സൂപ്പർ. ഇനി അടുത്തത് നല്ല വഴുക്കലുണ്ട് അല്ലേ? സ്ലിപ്പാവും അല്ലേ? നല്ല അടിപൊളി. എന്താ പറയാ വേണ്ട. സുരക്ഷില്ലാത്ത വാട്ടർഫോൾസ്. വാ ഇതിലേ പോവാ. ഇതിലേ പോവാ. ഇതിലെ വായോ. ചെരുപ്പൂരിട്ട് അതിലേ പോവാ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ട്രക്കിങ്ങിന് ശേഷം നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ കുറച്ച് സമാധാനമായത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ നടന്ന് പിടിച്ചപ്പോഴും ഇത്രയും നല്ല സ്പോട്ട് ആയിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. കുറച്ചും കൂടി മേലൊക്കെ നമുക്ക് പോയിട്ട് അവിടെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനധികം വെള്ളത്തിൽ ഇറങ്ങാൻ നിന്നില്ല. നല്ല ഒഴുക്കലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് സൈഡായിട്ടൊരു ഭാഗത്തിരുന്നേ. ഓക്കെ, ഈ പാലം കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ ഒരു ചെറിയ പാലം ഉണ്ട് കേട്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തന്നെ ആയിട്ട്. അപ്പം അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങോട്ട് വേറെന്തോ വഴി പോകണുണ്ട്. ആ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ട നല്ല കോടുണ്ട് അവിടെ അറ്റത്ത്. പിന്നെ ഇങ്ങോട്ട് ഒരു വഴി പോകുന്നുണ്ട്. ഇവിടേക്ക് ഒരു വഴി ഇങ്ങനെ മേലക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മ വന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട്. വേറെ ഇനിയിപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇതെന്നുള്ളൂ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ മൂന്നാറിലത്തെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തങ്ങിയിട്ടുള്ളത് ക്ലൗഡ് ടെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസിലാണ്.
ഒരുപാട് ടെൻറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല റൂംസും ഇവിടെ ഉണ്ട്. ടെൻറ്റിനൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കോംബോ പോലെയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിന്നർ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ടീ, നമ്മൾ വെൽക്കം ടീ ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു വൈകുന്നേരം ഈവനിങ്ങിനുള്ളൊരു ടീ. പിന്നെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സൺസെറ്റും അതേപോലെ തന്നെ സൺറൈസിന് കൊളുക്കുമലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ട്രെക്കിങ്ങും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി, പിന്നെ അത് മാത്രമല്ല ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഡിന്നറും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാതും കൂടി ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പെർ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ ഒരു എമൗണ്ട് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടെൻറ്റിലെത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷപ്പായി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വരുമ്പോഴത്തേനും അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബാക്കിയുള്ള കാര്യം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പ് ഫയറിൻ്റെ പരിപാടിയാണ്. അങ്ങനെ പാട്ടും ഡാൻസും ഗെയിംസും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ടെൻറ്റ് സ്റ്റേ. എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേയധികം ഓർമ്മകൾ തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലേസ്. കാരണം അത്രയും കളറായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ക്യാമ്പിന്റെ സർവീസ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഏതൊരു സ്റ്റാഫ് ആയാലും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര കട്ട സപ്പോർട്ടായിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ട്രെക്കിംഗ് ആയിക്കോട്ടെ, ക്യാമ്പ് ഫയറിൻ്റെതായിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനും. ഇതൊക്കെയാണ് അപ്പോൾ ഫുഡ്. നോക്കും, ചിക്കൻ കറി ഉണ്ട്, ഇത് നെയ്ച്ചോറാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഒരു ബാർബിക്യൂൻ്റെ പീസ്, കച്ചമ്പർ, ഒരു ചപ്പാത്തി, പിന്നെ ഒരു വെജ് കുറുമ. ഫുഡ് അടിപൊളിയാട്ടോ. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നു. ഞാനുണ്ട് ഹോളിവുഡിലാ അടിപൊളി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നൈറ്റ് വൈബ് ആസ്വദിച്ച് ഒരു വാക്കിങ്ങും പാസ്സാക്കി ഞങ്ങൾ നേരെ ടെൻറ്റിലേക്ക് കയറി. എന്താണെന്ന് വെച്ചാൽ നാളെയാണ് കേട്ടോ നമ്മുടെ കൊളുക്കുമല ട്രെക്കിങ്. അത് പുലർച്ചെ 3 മണിയാകുമ്പോഴത്തേനും റെഡിയായി നിൽക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഉറങ്ങാനായിട്ട് ഇനി അധികം നേരമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇപ്പം തന്നെ 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ലൈറ്റ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ഫുള്ള് ഫ്ലാഷ് അടിച്ച് വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഇരുന്നിരുന്നത്. ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളത്തെ കൊളുക്കുമല വിശേഷങ്ങളായിട്ട് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. ബായ്.